പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. വാർത്ത 24 നിൽക്കുന്നത് കൊടുമണ്ണാണ്. പത്തനംതിട്ട കൊടുമൺ ഏഴംകുളം റൂട്ടിൽ KRFBയുടെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തർക്കങ്ങൾ നിലനിൽക്കുകയാണ്. അതിൽ ഏകദേശം 12 മീറ്റർ വീതിയിൽ റോഡും ഓട ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനമാണ് KRFB ഏറ്റെടുത്ത് ചെയ്തിരിക്കുന്നത്. പക്ഷേ കൊടുമൺ എത്തിയപ്പോഴേക്കും അതുമായി ബന്ധപ്പെട്ട് നിരവധിയായ വിവാദങ്ങൾ ഉണ്ടാകുകയാണ്. മന്ത്രി വീണ ജോർജിൻ്റെ ഭർത്താവ് ജോർജ് ജോസഫിൻ്റെ ഉടമസ്ഥതയിലുള്ള വസ്തുവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയും അതുപോലെ ചില ആളുകളും ഏറ്റെടുത്തുകൊണ്ട് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് രാവിലെ ജോർജ് ജോസഫ് സ്വകാര്യ ഏജൻസി ഉപയോഗിച്ച് തൻ്റെ വസ്തു അളന്ന് തിട്ടപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു ശ്രമം ഉണ്ടാകുകയും അത് നാട്ടുകാരുടെ ഇടയിൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയും ചെയ്തു. ഇന്ന് കൊടുമണ്ണിൻ്റെ മറ്റൊരു എൻഡിൽ നിന്നും അല്ലെങ്കിൽ ഏഴംകുളത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നും റവന്യൂ അധികാരികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർവേ നടപടികൾ തുടങ്ങി എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. എൻ്റെ പുറകിൽ കാണുന്ന ഈ ഓടയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൊടികൾ നാട്ടിയിരിക്കുകയാണ്. ഏകദേശം 12 മീറ്റർ വീതിയാണ് ഈ റോഡിന് ഓട ഉൾപ്പെടെയുള്ളത്. പക്ഷേ ഇതിൻ്റെ കൊടുമൺ ജംഗ്ഷനും തൊട്ട് ഈ കെട്ടിടത്തിൻ്റെ അരികിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ അലൈൻമെൻറ്റ് മാറിയിട്ടുണ്ട് എന്നാണ് നിരവധിയായ ആളുകൾ, പ്രതിപക്ഷ പാർട്ടിയുടെ ആളുകൾ പറയുന്നത്. നിലവിൽ റോഡിൻ്റെ വീതി നിർമ്മാണവുമായി ഉദ്ദേശിക്കുന്നത് 12 മീറ്റർ വീതിയാണ്. ചിലയിടത്ത് 12 മീറ്റർ കൂടുതലുണ്ട്. ആ 12 മീറ്റർ കൂടുതലുള്ള സ്ഥലം കൂടെ പബ്ലിക്കിന് ഉപയോഗിക്കത്തക്ക നിലയിൽ ടൗൺഷിപ്പ് എന്ന നിലയിൽ ഓടയുടെ അലൈൻമെൻറ്റ് മാറ്റി ആ പൂർണ്ണമായ സ്ഥലം പബ്ലിക്കിന് ഉപയോഗിക്കണമെന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. അത് പറ്റാത്ത നിലയിൽ 12 മീറ്റർ കഴിഞ്ഞ് 4-6 മീറ്റർ വരുന്ന സ്ഥലം സ്വകാര്യ വ്യക്തി കൈയേറിയാൽ അത് നാളത്തെ വികസനത്തിന് തടസ്സമുണ്ടാകും. ആ ഒറ്റ കാരണമാണ് പാലം ടു പാലം കൊടുമൺ ടൗൺഷിപ്പ് എന്ന നിലയിൽ ഓടയുടെ അലൈൻമെൻറ്റ് മാറ്റി അധികം വരുന്ന സ്ഥലം കൂട്ടുകട്ട ഇടുകയോ കോൺക്രീറ്റോ ചെയ്ത് പാർക്കിംഗ് ഏരിയ ആയിട്ട് മാറ്റുകയോ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് അത്തരത്തിലുള്ള പബ്ലിക്കിന് ഉപയോഗിക്കാൻ പറ്റുന്ന നിലയിലേക്ക് ആ സ്ഥലം കണ്ടെത്തണം. ആ നിലയിലാണ് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്ത് ഗവൺമെൻറ്റിന് സമർപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് അവർ നിർമ്മാണ പ്രവർത്തനം നടത്തും എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ആ തീരുമാനം എടുത്തതിൻ്റെ പിറ്റേ ദിവസം രാവിലെയാണ് ഈ സ്വകാര്യ വ്യക്തി ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഭർത്താവിൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥലത്ത് 3 മീറ്റർ സ്ഥലം വിട്ട് ഓട നിർമ്മിച്ചപ്പോഴാണ് ഞങ്ങൾ തടയുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ആ കാര്യത്തിൽ ഈ സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. ഓടയുടെ അലൈൻമെൻറ്റ് മാറ്റിയിട്ടുണ്ട്. ഓടയുടെ അലൈൻമെൻറ്റ് മാറ്റിയിട്ടുണ്ട്. ട്രാൻസ്ഫോമറിൻ്റെ പേര് പറഞ്ഞാണ് മാറ്റിയിരിക്കുന്നത്. അത് അവിടെ ചെന്ന് നമുക്ക് കണ്ടാൽ അറിയാം. 10-15 സെൻറ്റിമീറ്റർ തുടങ്ങി 3-10 വരെയാണ് ആ അലൈൻമെൻറ്റ് ചരിഞ്ഞു വരുന്നത്. ആ ഓടയുടെ അലൈൻമെൻറ്റ് ചരിഞ്ഞു വരുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇതിനകത്ത് ഏറ്റവും അവസാനം ഇടപെടുന്നതാണ് നിർമ്മാണ പ്രവർത്തന സമയത്താണ്. പക്ഷേ നിർമ്മാണം തുടങ്ങുന്ന സമയം, എസ്റ്റിമേറ്റ് എടുക്കുന്ന സമയം മുതൽ ഈ വസ്തു ഉടമ ഇതിൻ്റെ കൂടെ നിന്ന് ഇത് സംരക്ഷിക്കാനുള്ള നടപടികൾ നേരത്തെ കൂട്ടി ഇറങ്ങിയിരുന്നു എന്നുള്ളത് ഇപ്പോൾ തെളിയിച്ചു. അദ്ദേഹം സാധനം ഉപയോഗിച്ച് അലൈൻമെന്റ് മാറ്റി 100% സാധ്യത. അതുകൊണ്ടാണല്ലോ ഒരു വിഷയമില്ലാത്തടത്ത് രാവിലെ ഒരു വണ്ടി പോലീസിനെ വിളിച്ചുകൊണ്ടുവന്ന് രാവിലെ 8:45 കോൺക്രീറ്റ് ചെയ്യണമെങ്കിൽ, ഒരു വണ്ടി പോലീസ് വന്ന് കോൺക്രീറ്റ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായി അതിനകത്ത് സമ്മർദ്ദമില്ലാത്തൊരു വണ്ടി പോലീസ് വരത്തില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട പാർട്ടി ഓഫീസും കൂടെ അലൈൻമെന്റ് നടക്കണമെന്ന് പറയാം. നടക്കണം. അത് സർക്കാർ ഉദ്യോഗസ്ഥർ നടക്കണം. നമ്മളെ സംബന്ധിച്ച് അളക്കുന്നതിന് യാതൊരു ഇല്ല. ഇതിനകത്ത് തുറന്നു കൊടുക്കാൻ തയ്യാറാണ്. സർക്കാർ റവന്യൂ ഉദ്യോഗസ്ഥർ ID കാർഡ് ഉള്ളവർ വന്ന് അളക്കുകയാണെങ്കിൽ ഞങ്ങൾ 100% അവർക്ക് പിന്തുണ കൊടുക്കാൻ തയ്യാറാണ്. ഞങ്ങൾ അങ്ങനെ അലൈൻമെന്റ് ഈ പറയുന്ന സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് കെട്ടിടം പണിതിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് പൊളിച്ചു കൊടുക്കാനാണ്. അത് ജോലി തെളിയിക്കട്ടെ. പഞ്ചായത്ത് എന്താണ് പറയുന്നത്? പഞ്ചായത്ത് പറയുന്നത് ടൗൺഷിപ്പ് എന്ന നിലയിൽ നിലവിൽ ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ സ്ഥലവും റോഡിൻ്റെതായി കിട്ടണം. അതാണ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം. ആ തീരുമാനമെടുത്ത് റവന്യൂ മന്ത്രിക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കും ഈ പറയുന്ന കരാറുകാർക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ചർച്ച നടത്തിയപ്പോഴും അലൈൻമെന്റ് മാറ്റണമെങ്കിൽ PWD പൊതുമരാമത്ത് വകുപ്പിന്റെ അംഗീകാരം വേണം. അവരത് പറയുന്നതിനകത്ത് തെറ്റാന്ന് പറയാൻ പറ്റത്തില്ല. നിലവിൽ അലൈൻമെന്റ് മാറ്റുമ്പോൾ അധികം കിട്ടുന്ന സ്ഥലത്ത് എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനം നടത്തണമെങ്കിൽ അതിനൊരു എസ്റ്റിമേറ്റ് വേണം. കരാറുകാർ ഒന്നീ കൂട്ടുകെട്ട ഇടണം, അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ മെഷർമെന്റ് കൂടെ കൊടുത്താലേ അവർക്ക് പൈസ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അവർക്ക് അനുവാദം കൊടുത്താൽ അവരത് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുകയാണ്. ഇന്ന് മരാമത്ത് മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് വൈകിട്ട് ചർച്ചയുണ്ട്. ചർച്ചയിൽ ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകും. പഞ്ചായത്ത് കമ്മിറ്റിക്ക് അനുകൂലമായ തീരുമാനം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് രാവിലെ ഇവിടെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ അളവുമായി ബന്ധപ്പെട്ട് വന്നു. അത് പാലത്തിൻ്റെ അവിടുന്ന് അളവ് തുടങ്ങിയ ഇത് ഈ നാട്ടിലെ ആളുകളെ, പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പാർട്ടി ഓഫീസിൻ്റെ മുന്നിലേക്ക് ജോർജിയുടെ സ്റ്റാഫ് അടക്കം ഗുണ്ടകളടക്കമുള്ള ആളുകൾ ഇവിടെ അളവുമായിട്ട് വന്നപ്പോഴാണ് കോൺഗ്രസിന് അതിനെ പ്രതിരോധിക്കേണ്ടി വന്നത്. അല്ലാതെ ജോർജ് പറയുന്ന പോലെ കോൺഗ്രസ് അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ ഇതിനെ ജോർജിയെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ തടയൊന്നും ആ രീതിയിലൊന്നും ചെയ്തിട്ടില്ല. കാരണം ഇവിടെ കൃത്യമായി ഉദ്യോഗസ്ഥർ ഇവിടെ അളക്കുന്നതിന് നമുക്ക് യാതൊരുവിധ മടിയുമില്ല. നമ്മളിത് ഓപ്പണാക്കി കൊടുക്കും. ഇനി എന്തെങ്കിലും കയ്യേറ്റം ഉണ്ടെങ്കിൽ ഞങ്ങളത് പൊളിച്ചു കൊടുക്കും. അതിനൊന്നും ഒരു ഇതുമില്ല. പക്ഷേ നിയമപരമായി ഇത്രയും സ്ഥലം അവിടെ ഉണ്ടായിട്ട് ജോർജിയയുടെ വസ്തുവിൻ്റെ ഫ്രണ്ടിൽ ഓട ചരിഞ്ഞു പോയതിനുള്ള പ്രതിഷേധമാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിനകത്ത് പറയുന്നത്, കൃത്യമായി പറയുന്നത്. കോൺഗ്രസും അതിനെതിരായിട്ടാണ് ഇവിടെ സമരം നടത്തുന്നത്. ഇതിന്റെ അവസാനം വരെ ഈ പോരാട്ടത്തിന് കോൺഗ്രസ് പാർട്ടിയും യൂത്ത് കോൺഗ്രസും ഒക്കെ ഉണ്ടാകും.
കൃത്യമായ രീതിയിൽ ഈ റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഈ 12 മീറ്റർ വീതി എടുക്കുകയും ആ റോഡിൻ്റെ അലൈൻമെൻറ്റ് കൃത്യമായി റവന്യൂ അധികാരികൾ സർവേ നടത്തി ഈ റോഡ് നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ്. ഇല്ല എങ്കിൽ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ, പ്രതിപക്ഷ പാർട്ടി ഉൾപ്പെടെ ആളുകൾ സമരമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇന്ന് രാവിലെ ഏകദേശം 10 മണിയോടുകൂടി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൻ്റെ ഫ്രണ്ടിലേക്ക് ജോർജ് ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ചെന്ന് അളക്കാൻ ശ്രമിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളുണ്ടായി. അപ്പോൾ അവർ പറയുകയുണ്ടായത്, റവന്യൂ അധികാരികൾ വന്നാൽ തീർച്ചയായും ഈ വസ്തു അളന്നു തിട്ടപ്പെടുത്താനുള്ള നടപടിയുമായി ഞങ്ങൾ സഹകരിക്കുമെന്നാണ്. അല്ലാത്ത പക്ഷം യാതൊരു വിധത്തിലുള്ള നടപടിയും സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാകില്ലെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ വസ്തുവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കൃത്യമായി അലൈൻമെൻറ്റുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് നടപടിക്രമം പൂർത്തീകരിച്ചാൽ മാത്രമേ ഈ ഓട നിർമ്മാണമായി മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ള വിവരമാണ് ഇവിടുത്തെ നാട്ടുകാരും അതുപോലെ പ്രതിപക്ഷ പാർട്ടി അംഗങ്ങളും വാർത്ത 24 വിശദീകരിച്ചത്. കൊടുമണ്ണിൽ നിന്നും ക്യാമറമാൻ ശങ്കറിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.